ദീപാലങ്കൃതമായ നടയിൽ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിലെ ചെറുപ്പിന് ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദതയെ ഭഞ്ജിച്ച് ഒരു ശംഖനാദത്തോടെ കളമെഴുത്തും പാട്ടിന്റെ തുടക്കമാവും. ഇവിടുത്തെ ചെറുപ്പിന്റെ ഒരു പ്രത്യേകതയാണ് കളമെഴുത്തും പാട്ടും. ചിത്രകലയുടെയും വാദ്യകലയുടെയും സമ്മേളനം. മഞ്ഞൾ, വാകുപ്പൊടി, ചുണ്ണാമ്പ്, ഉമിക്കിരി തുടങ്ങിയ പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് നിറങ്ങൾ സൃഷ്ടിച്ച് മനോഹരമായ ദേവീരൂപം മിഴി തുറക്കുമ്പോൾ ദാരികനെ വധിച്ചിട്ടും വിട്ടുമാറാത്ത ക്രോധം ആ കണ്ണുകളിൽ തെളിയും. പാട്ടിന്റെ ശൈലികളിൽ വാദ്യത്തിന്റെ അകമ്പടിയോടെ ക്രോധമെല്ലാം അകന്ന് പതിയെ പതിയെ കൺമുന്നിൽ നിൽക്കുന്ന മക്കളെ നോക്കി പുഞ്ചിരി തോകുന്ന ശാന്തരൂപിണിയായ അഭീഷ്ടദായിനിയായ അമ്മയായി ദേവീ ചൈതന്യം നമ്മുടെ കണ്ണുകളിൽ തെളിയും, മനസ്സിൽ നിറയും. അങ്ങനെ ഈ വട്ടവും ദേവീ കൃപയാൽ വീട്ടിലെ വകയായി ചെറുപ്പ് ഭംഗിയായി നടന്നു. കാറും കോളും മഴയും ഒന്നുമില്ലാതിരുന്ന ശാന്തമായ ആകാശത്തെയും ഇനിയും കെടാത്ത ദീപങ്ങളെയും നോക്കി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളും വീട്ടിലേക്ക്. ദേവീ ചൈതന്യം മനസ്സിൽ നിറച്ച് പ്രസാദമധുരം നാവിൽ നുകർന്ന്